അല്ല, ഇപ്പോൾ താങ്കൾ സജീവമായി പ്രവർത്തിക്കുന്ന ഒരു MLA ആണ്. ഇപ്പോൾ ഈ 2 വർഷത്തിനിടയിൽ 2.5 വർഷത്തിനിടയിൽ ഈ ഗവൺമെൻറ് ഭാഗത്ത് ഏതെങ്കിലും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? പോസിറ്റീവായിട്ടൊന്നും ഞങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടില്ല. ഞാൻ ഒരു ഉദാഹരണം തന്നെ പറയാം. ഇപ്പോൾ കഴിഞ്ഞ ഗവൺമെൻറ് കാലത്ത്, കഴിഞ്ഞ ഗവൺമെൻറ് അതിന് മുമ്പിൽ ഉണ്ടായിരുന്ന ഗവൺമെൻറ്റുകൾ, ഈ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി സാധാരണ ഒരു MLA ഒരു കത്ത് കൊടുക്കുമ്പോൾ എല്ലാ ഡോക്യുമെൻറ്റും വെച്ചിട്ടാണ് കത്ത് കൊടുക്കുക. ഒന്ന് മെഡിക്കൽ സർട്ടിഫിക്കറ്റ്, ഈ ആൾക്ക് രോഗമുണ്ടോ, 2 വരുമാന സർട്ടിഫിക്കറ്റ്, ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർക്കാണുള്ള സഹായം. മുൻപൊക്കെ കഴിഞ്ഞ 5 UDF ഭരിച്ച കാലത്ത് എനിക്ക് മാത്രമല്ല എല്ലാ MLA-മാരും കൊണ്ട് കത്ത് കൊടുത്താൽ CM അതിൽ ഓർഡർ ഇടും. അതിന് ആദ്യം ഉടനെ കലക്ടർ ഒരു കമ്മിറ്റിക്ക് വിടും. കമ്മിറ്റി റിപ്പോർട്ട് എടുത്ത് അതിൽ പറയുന്ന തുക കൊടുക്കും. കൊടുത്തു കഴിഞ്ഞിട്ട് അന്നൊരു നിയമം ഉണ്ടായിരുന്നു, നിയമമല്ല, ഒരു മര്യാദ, 50,000 രൂപയിൽ കൂടുതൽ സഹായം അനുവദിച്ച വീടുകളിൽ MLA-മാരുടെ സാന്നിധ്യത്തിലാണ് ചെക്ക് കൊടുക്കുന്നത്. ഈ കഴിഞ്ഞ 3 വർഷം, ഇപ്പോൾ 3 വർഷമാകാൻ പോവല്ലേ, ഞാൻ ഒരുപാട് എഴുതി കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെ കിട്ടിയെന്ന് എനിക്കിപ്പോഴും അറിഞ്ഞുകൂടാ. അതിലൊരു മറുപടി കിട്ടാറില്ല. മറുപടി കിട്ടിയിട്ടില്ല. പല ആൾക്കാർ കിട്ടിയ ചില ആൾക്കാർ വന്നിട്ട് പറഞ്ഞു സാർ കിട്ടിയെന്ന് പറഞ്ഞു. അതും 1 ലക്ഷം ഒന്നും കിട്ടിയതായിട്ട് എനിക്ക് ഇതുവരെ അറിയാം. ഞാൻ ഒരു പാർട്ടി നോക്കാതെ ഞാൻ പ്രവർത്തിക്കുന്ന ഒരാളാണ്. എൻ്റെ നിയോജക മണ്ഡലത്തിൽ എന്നെ സമീപിക്കുന്ന ഏതൊരാൾക്കും ഞാൻ പാർട്ടി നോക്കാതെ എന്നാൽ കഴിയുന്ന സഹായം ഞാൻ ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞാണ് എനിക്ക് ജയിച്ചു വരാൻ കഴിയുന്നത്. വെറും രാഷ്ട്രീയം നോക്കിയിട്ടല്ലല്ലോ. അപ്പോൾ എനിക്ക് പോലും ഇതാണ് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായ അനുഭവം എന്ന് പറയുന്നത്. ദുരിതാശ്വാസ ഫണ്ടിൽ നിന്ന് വക മാറ്റി ചെലവഴിക്കുന്നു എന്നുള്ള വിമർശനവും അത് മാത്രമല്ല, ഈ CPM-ൻ്റെ ഒരാളെ BJP-കാരൻ കൊല്ലുമ്പോൾ ഞങ്ങളിപ്പോൾ ഇതിലൊന്നും കക്ഷിയായിരുന്നില്ല, എന്നിട്ട് ഞങ്ങളുടെ 3 പേരെ കൊന്നു. അതേ 10 വർഷമായിട്ട് ഞങ്ങൾ ഒരു സംഘർഷത്തിലും കോൺഗ്രസ് കക്ഷിയായിട്ടില്ല. ഇപ്പോൾ ഷുഹൈബിനെ കൊന്ന സമയത്ത് P. ജയരാജൻ പറഞ്ഞല്ലോ, ഇവിടെ ഞങ്ങൾ കോൺഗ്രസ്സുമായിട്ട് ഒരു സംഘർഷവും ഇല്ലല്ലോ, അദ്ദേഹം തന്നെ പറഞ്ഞില്ലേ. അപ്പോൾ അങ്ങനെ ഇപ്പോൾ BJP-യും CPM-ഉമായിട്ടുള്ള സംഘർഷത്തിൽ കൊല്ലപ്പെടുന്ന CPM-കാർക്കൊക്കെ നല്ല രീതിയിൽ 1 ലക്ഷം മുതൽ 3 ലക്ഷം വരെ കൊടുക്കുന്നുണ്ട് എന്നാണ് പാർട്ടി പിരിച്ചു കൊടുക്കുന്നതിന് പുറമെ ഗവൺമെൻറ് കൊടുക്കും. ദുരിതാശ്വാസ ഫണ്ടിൽ നിന്ന് കൊടുക്കും. അപ്പം ഈ വിഷയങ്ങളൊക്കെയാണ് ഈ ഇലക്ഷനിൽ മുന്നോട്ട് വയ്ക്കാൻ പോകുന്നത്. തീർച്ചയായും ഈ എല്ലാ വിഷയങ്ങളും കേരളത്തിലെ കഴിഞ്ഞ 3 വർഷത്തെ ഗവൺമെൻറ് എന്തുകൊണ്ട് പരാജയമാണ് അത് പറയണമല്ലോ, അല്ല വെറുതെ കാടടച്ച് വെടിവെക്കുകയല്ല. പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് പറഞ്ഞുകൊണ്ട് ഈ സർക്കാരിനെ ഒരു ജനകീയ കോടതിയിൽ വിചാരണ ചെയ്യുന്ന ഇലക്ഷൻ കൂടിയായിരിക്കും ഈ ലോക്സഭ.